കണ്ണൂർ ആസ്റ്റർ മിംസിൽ 3D ഡിജിറ്റൽ മാമോഗ്രാഫി സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അത്യാധുനിക ബ്രസ്റ്റ് ഇമേജിംഗ് ആൻഡ് ഇന്റർവെൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ ഇഖ്തിദ മുഫാസിർ IAS ഉദ്ഘാടനം നിർവഹിച്ചു. സ്തനാർബുദ നിർണയ രംഗത്ത് വലിയ പുരോഗതികൾക്ക് വഴിയൊരുക്കിക്കൊണ്ടാണ് കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ 3D മാമോഗ്രാഫി, ഡിജിറ്റൽ ബ്രസ്റ്റ് ടോമോസിന്തസിസ് സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അത്യാധുനിക ബ്രസ്റ്റ് ഇമേജിംഗ് ആൻഡ് ഇന്റർവെൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. ഈ മാമോഗ്രാഫി യൂണിറ്റിലെ ദൃശ്യങ്ങൾ മുമ്പ് ലഭ്യമായവയേക്കാൾ കൂടുതൽ വ്യക്തതയോടെയും കൃത്യതയോടെയും ലഭ്യമാകും. മാത്രമല്ല, സംശയാസ്പദങ്ങളായ മുഴകൾ കൂടുതൽ വ്യക്തതയോടെ അവലോകനം ചെയ്യുവാൻ കോൺട്രാസ്റ്റ് മാമോഗ്രാഫി എന്ന ഒരു സംവിധാനവും ഇതോടൊപ്പം ലഭ്യമാണ്. സ്റ്റീരിയോടാക്ടിക് ഗൈഡഡ് ബയോപ്സി സംവിധാനത്തിന്റെ സാന്നിധ്യമാണ് മറ്റൊരു സവിശേഷത. ഇവ ഉപയോഗിച്ച് USG സ്കാനിംഗിൽ പോലും വ്യക്തമാകാത്ത നേരിയ അസ്വാഭാവികതകളെ പോലും തിരിച്ചറിയുവാനും കൃത്യമായി നിർണയം നടത്തുവാനും സാധിക്കും. 3D ഡിജിറ്റൽ മാമോഗ്രാഫി യൂണിറ്റിന്റെ പ്രവർത്തനം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഉത്തര കേരളത്തിന്റെ സ്തനാർബുദ ചികിത്സയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന് ആസ്റ്റർ മിംസ് കണ്ണൂർ COO ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു. ആസ്റ്റർ മിംസ് കണ്ണൂർ CMS ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, റേഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വരദരാജ്, HOD ഡോക്ടർ ദീപ രാജ്മോഹൻ, അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ഇമേജിംഗ് ഇൻചാർജ് ഡോക്ടർ തുഷാര R, ഓങ്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ഗോപിക P തുടങ്ങിയവർ ഡിജിറ്റൽ മാമോഗ്രാഫിയുടെ ആവശ്യകതയും സവിശേഷതകളും വിശകലനം ചെയ്ത് സംസാരിച്ചു. ഇത് നമ്മുടെ പുതിയ 3D മാമോഗ്രാഫി വിത്ത് ടോമോസിന്തസിസ് ഉള്ള മെഷീനാണ്. ഇപ്പം നമ്മൾ 3D മാമോഗ്രാഫി എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ ഇവിടെ ഉള്ളത് 2D ആയിരുന്നു. അപ്പം സാധാരണ നമ്മൾ കാണുന്നത് 2D മാമോഗ്രാമാണ്. അപ്പം അതിൽ നിന്നും ഇതിലെ ഒരു നമ്മൾ ബ്രസ്റ്റ് ഒരു സ്ലൈസ് ആയിട്ട് നമുക്ക് ആ കൂടുതലായിട്ട് ലീഷൻസ് കാണാനും അത് ക്യാരക്ടറൈസ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് 3D ടോമോസിന്തസിസ്. സിറ്റി ന്യൂസ് കണ്ണൂർ.